ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ വീട്ടിലെ സീലിങ്ങിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ഒരു ലീക്ക് വന്നതുപോലെ കേട്ടോ. അപ്പോൾ കുറേ ആയി ഇങ്ങനെ സീലിങ്ങൊക്കെ മൊത്തം ലീക്കായതുപോലെ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ എന്താണ് സംഭവം എന്ന് അറിയാതെ ആയിരുന്നു. അല്ലെങ്കിൽ ഇത് ഇനിയിപ്പോൾ രണ്ടാമത് പെയിൻറ്റ് ചെയ്ത് ക്ലിയർ ആക്കണമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് വീട്ടിലെ ഫാൻ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ അതിൻ്റെ മുകളിലേക്ക് കയറിയത്. അപ്പോൾ ഫാൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു കോട്ടൺ കൊണ്ട് തന്നെ ഞാൻ സീലിങ്ങിനും വെറുതെ ഒന്ന് തുടച്ച് നോക്കിയിട്ടോ. തുടച്ച് നോക്കിയപ്പോൾ ഈ ബ്ലാക്ക് കളർ മൊത്തം പോയിട്ട് നമ്മൾ പെയിൻ്റ് അടിച്ച സമയത്ത് എന്താണോ ഉണ്ടായിരുന്നത് ആ രൂപത്തിൽ നല്ല ക്ലിയർ വൈറ്റായിട്ട് കാണാൻ സാധിച്ചിട്ടോ. അപ്പോൾ ഏതായാലും ഞാനിന്ന് ഈ സീലിംഗ് ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ട് ഉള്ള കാര്യങ്ങളും അത് ക്ലീൻ ചെയ്യുന്നതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ അത് സ്കിപ്പ് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഏതായാലും ക്ലീനിങ്ങിലേക്ക് പോകാം. ഇതുപോലത്തെ ഒരു എയർ പമ്പ് എടുക്കുക. ഞാൻ അത് എയർ പമ്പ് എടുത്തിന്. എയർ പമ്പ് ഇല്ലെങ്കിലും പറ്റും. എയർ പമ്പ് ഞാൻ ഒന്നും കൂടെ ഒന്ന് സൗകര്യത്തിന് വേണ്ടിയാണ്, വളരെ പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടി. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ അടിച്ചു നോക്കാം കേട്ടോ. സീലിങ്ങിൻ്റെ മുകൾക്ക് ആദ്യം ഒന്ന് ചെറിയൊരു നനവ് കൊടുക്കുക, നല്ലതാണ്. പെട്ടെന്ന് തുടച്ചെടുക്കാൻ പറ്റും. ഏറ്റവും നല്ലത് രാവിലെ ചെയ്യുകയാണ് നല്ലത് ഇട്ടത്. കാരണം നമ്മൾ ഈ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ചെയ്യുമ്പോൾ സീലിങ്ങൊക്കെ ഹീറ്റായി കിടക്കും, ചൂടായിട്ടേ. അപ്സ്റ്ററില്ലാത്ത വീടൊക്കെ ആണെങ്കിൽ നല്ല ചൂടുണ്ടാവും. അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാൻ ഏറ്റവും നല്ലത് രാവിലെ ഉണ്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ കുറച്ചും കൂടെ സ്പ്രേ ചെയ്യും. അപ്പോൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കിങ്ങനെ ചടി ഇങ്ങനെ ഇളകി പോരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചെറിയ രീതിയിൽ ഇങ്ങനെ ചെടി ഇങ്ങനെ ഇളകുന്നുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ട് തുടച്ചെടുക്കാൻ പോവാണ്. തുടച്ചെടുക്കുന്ന സമയത്ത് കണ്ടോ, ഫുള്ള് ചെളിയും ഇളകിപ്പോയിട്ടോ. ഫുള്ള് ഒരു കരി പിടിച്ച പോലെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇളകി പോകുന്നുണ്ട്. നല്ല പ്യുവർ വൈറ്റ് കളർ വരുന്നുണ്ട്. കറണ്ട് പോയി. ഇത് വർക്ക് കഴിഞ്ഞിട്ട് എന്താണ് ഇതിൻ്റെ സ്ഥിതി എന്നുള്ള നമുക്ക് കാണാട്ടോ. ഇന്നത്തെ കാലത്തൊരു വീട് പെയിൻറ്റിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പെൻസ് വരും. അതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ പെയിൻറ്റ് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം അത് ലൈഫ് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇത് ഈ സ്പ്രേ അടിക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് ചെളി ഇളകി പോരുന്നത് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഏതായാലും മൊത്തം ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്ത് ഈ റൂമിൻ്റെ മൊത്തത്തിലുള്ളൊരവസ്ഥ എന്താണെന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് അറിയണം. അപ്പോൾ ഇതിന് കൂടുതൽ സമയമൊന്നും മെനക്കേണ്ട ആവശ്യമില്ല, കുറച്ച് സമയം മാത്രം മതി. ഞാൻ എൻ്റെ ഒരു സീലിംഗ് ഞാൻ ക്ലീൻ ചെയ്തത് 1 മണിക്കൂർ സമയം കൊണ്ടാണ്. അപ്പോൾ ഒരൊറ്റ മണിക്കൂർ സമയം കൊണ്ട് നമുക്കത് ക്ലീൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ സീലിങ്ങിൻ്റെ മുകൾക്ക് നമ്മൾ കയറുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ലാഡറൊക്കെ വെച്ചിട്ട് നമ്മൾ കയറുകയാണെന്നുണ്ടെങ്കിലും ആരെങ്കിലും സപ്പോർട്ടിന് പിടിച്ച് തരാൻ ആൾ വേണമല്ല. ഞാൻ ചിലപ്പോൾ താഴെ വീണ് കഴിഞ്ഞാലേ ആകെ ബുദ്ധിമുട്ടാവും. ചിലപ്പോൾ നമ്മൾ ഈ ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് താഴേക്ക് വെള്ളത്തിൻ്റെ തുള്ളിയൊക്കെ ഊറ്റിയിട്ടുണ്ടാവും. നമ്മൾ അതിലേക്ക് വീണ് കഴിഞ്ഞാൽ നമ്മൾ ഊരൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു 2-3 ടൈപ്പ് കോട്ടൺ വേണം കേട്ടോ. ആദ്യം ഒരു കഷ്ണം കോട്ടൺ എടുത്തിട്ട് അതുകൊണ്ട് നന്നായിട്ട് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. അതിനുശേഷം ഒന്നും കൂടെ വൃത്തിയാക്കിയിട്ട് മറ്റൊരു കോട്ടൺ കൊണ്ട് വീണ്ടും ഒന്ന് തുടച്ചെടുക്കുക. അതും കഴിഞ്ഞ് 3ാമത്തെ കോട്ടൺ, അത് നന്നായിട്ട് വൃത്തിയുള്ള കോട്ടൺ ആയിരിക്കണം. ആ കോട്ടൺ കൊണ്ട് നന്നായിട്ട് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ സ്റ്റേജ് കഴിഞ്ഞിട്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും തോന്നുന്നു, കാരണം നമ്മൾ മൊബൈലിൽ എടുക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവില്ല. അകത്താകുമ്പോൾ വെളിച്ചക്കുറവ് കുറച്ചുണ്ട് കേട്ടോ. എന്നിരുന്നാലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടാവും. അപ്പുറത്ത് കണ്ടോ, സീലിങ്ങിൻ്റെ മുകളിൽ പൂല് വന്നതുപോലെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത് പൂലൊന്നുമല്ല, അത് ഇതേപോലെ എന്തോ ഒരു ഫംഗസ് കയറിയതാണ്. അപ്പം റമദാൻ മാസമൊക്കെയാണ് വരുന്നത്. അപ്പോൾ നോമ്പിൻ്റെ മുന്നോടിയായിട്ട് ഞങ്ങളിങ്ങനെ രസമായിട്ട് ഇങ്ങനെ എന്താ പറയുക, നനച്ചുകുളി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഫാനൊക്കെ തുടക്കുന്ന സമയത്താണ് ഇതേപോലെ ഒന്ന് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ അത് നല്ലൊരു കാര്യമായിരുന്നു എനിക്ക് തോന്നുന്നത്. ഞാൻ പെയിൻറ്റിങ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. അതായത് തൽക്കാലം കുറച്ച് കാലത്തേക്ക് ഇനി പെയിൻറ്റിങ് ചെയ്യേണ്ടതെന്ന് തോന്നി. നമ്മൾ ഫൈനൽ ക്ലീനിങ് ആട്ടത്. ഈ ഭാഗം ഫൈനലായിട്ട് ക്ലീൻ ചെയ്യാം. ആദ്യം നമ്മൾ ചെറിയ എന്തെങ്കിലും ലിക്വിഡ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ സോപ്പ് പൊടിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ചെറിയ രീതിയിൽ ആദ്യം ഒന്ന് തുടച്ച് കൊടുക്കുക. അതിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചളി വരും കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് കുറച്ചും കൂടി വെള്ളം നനച്ചിട്ട് വേറെ സീൽ കൊണ്ട് തുടയ്ക്കുക. അത് കഴിഞ്ഞാൽ ഫൈനലായിട്ട് നമ്മൾ ഇതേപോലെ നല്ലൊരു ക്ലോത്ത് എടുത്തിട്ട് ക്ലീൻ ചെയ്ത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഏതായാലും അടിപൊളിയാവുന്നുണ്ട്, നല്ല ഭംഗിയാവുന്നുണ്ട്. വീടിൻ്റെ സീലിംഗ് ഇതുപോലെ കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ ക്ലീൻ ചെയ്ത ഭാഗങ്ങൾ കണ്ടോ, നല്ല വൃത്തി കാണുന്നുണ്ട്. ഇനി മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. മൊത്തം കഴിഞ്ഞതിന് ശേഷമുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ വീഡിയോയിൽ സ്കിപ്പ് ചെയ്യേണ്ട, ഇതേപോലെ ചെയ്ത് നോക്കൂ. പെയിൻറ്റിങ് അടിച്ച് കുറേ ക്യാഷ് കളയണ്ട. അത്യാവശ്യ ഘട്ടങ്ങൾ വരുമ്പോൾ മാത്രം ചെയ്യാം. നമുക്ക് ഈ രൂപത്തിലാണെങ്കിൽ ഒരു 8-10 വർഷമൊക്കെ നമുക്ക് പെയിൻറ്റിങ് നിർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനിപ്പോൾ ഈ സീലിങ്ങിൽ പെയിൻറ്റ് ചെയ്തിട്ട് കുറച്ചായിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനൊരു പ്രശ്നം കണ്ടത്. അപ്പോൾ അത് കണ്ട് രണ്ടാമത് ചെയ്യാൻ വേണ്ടി നിൽക്കായിരുന്നു. ആ സമയത്താണ് ഇതേപോലത്തെ ഒരു ട്രിക്ക് ഞാൻ ഉപയോഗിച്ച് നോക്കിയത്. പക്ഷേ അത് വിജയിച്ചു. അപ്പോൾ ഇത് എല്ലാവരിലേക്കും മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഉപകാരപ്പെടും. അതേപോലെ തന്നെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഭാഗം കണ്ടോ, അവിടെയൊക്കെ നല്ല കളർ വ്യത്യാസമുണ്ട്. ആ കളർ വ്യത്യാസമൊക്കെ ഇപ്പോൾ ശരിയാവും കേട്ടോ. അപ്പോൾ അത് ഏകദേശം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അവിടെ കണ്ടോ, എന്താ നല്ല പ്യുവർ വൈറ്റായിട്ട് തന്നെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ചുമരിലുള്ള പെയിൻറ്റും ഞാൻ ഇതേപോലെ ക്ലീൻ ചെയ്തിരുന്നു കേട്ടോ. അതും അത്യാവശ്യമൊക്കെ ചടികളൊക്കെ പോകുന്നുണ്ട്. നമ്മൾ ഈ മക്കൾ ഈ പേന കൊണ്ടൊക്കെ വരച്ചത് മാത്രം പോകില്ല, അല്ലാത്തതൊക്കെ പോകും കേട്ടോ. ചെറിയ ലിക്വിഡ് എന്തെങ്കിലും ഉപയോഗിച്ചാൽ മതി. പക്ഷേ സീലിങ്ങിൻ്റെ മുകളിലുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രയാസമുള്ളത്. മറ്റത് താഴെയാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ സീലിങ്ങിൻ്റെ മുകളിലുള്ളത് നമ്മൾ ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അത് ഒരാളെ സഹായത്തോടു കൂടി മാത്രം ചെയ്യട്ടോ, ഒറ്റയ്ക്ക് ചെയ്യരുത്. താഴേക്ക് വീണാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഒന്ന് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അതായത് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.